നമ്മൾ യു എസിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു യു എസിൽ നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവർ നോക്കുക? നമ്മുടെ കരിയർ പാത്ത് കുറച്ച് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ഓഫ് പർപ്പസും നമുക്ക് നല്ല GPA ഒക്കെ ഉണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ചിലപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ സ്കോളർഷിപ്പ് എന്നിട്ട് തരും. മേ ബി ഇന്ത്യയിൽ പഠിക്കുന്ന അത്ര ഡെപ്തിലൊരു കോഴ്സ് പഠിച്ചിട്ടില്ലെങ്കിലും പക്ഷേ എൻഡ് ഓഫ് ദാറ്റ് കോഴ്സ് ഒരുപാട് കാലം പഠിച്ചു. ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച ഒരു ലെവൽ ഓഫ് ഡിസൈൻ അല്ല റിയൽ വേൾഡിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഹലോ, ഇന്ന് എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്മേറ്റ് ആണുള്ളത് അശ്വിൻ K. വിജയൻ. അശ്വിനും ഞാനും ഒരേ സമയം IIT മദ്രാസിൽ നിന്ന് 2010 to 2015 ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് ഡുവൽ ഡിഗ്രി കഴിഞ്ഞ ആളുകളാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് IITസിനെ കുറിച്ചല്ല, നേരെ മറിച്ച് അശ്വിൻ ഇപ്പോൾ ഉള്ളത് US-ലാണ്. ഓക്കെ, അപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആവട്ടെ അല്ലെങ്കിൽ ഈവൻ നിങ്ങളൊരു സ്കൂൾ ഗോയിങ് സ്റ്റുഡൻ്റ് ആവട്ടെ, പല ആളുകളുടെയും ഒരു ഡ്രീമാണ് US-ലോട്ട് എത്തുക എന്നുള്ളത്. അപ്പം അതിന് അശ്വിൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് US-ൽ സിറസ് ലോജിക് എന്നുള്ള കമ്പനിയിലാണ്. അശ്വിൻ്റെ ഒരു ഭാഗത്ത് അശ്വിൻ പറയാതെ തന്നെ ഞാൻ കുറച്ച് ചെറുതായി പറയാം. അശ്വിൻ ഞങ്ങൾ ഒരേ സമയം പഠിച്ചിറങ്ങി ഞങ്ങൾ രണ്ടാളുകളും VLSI ഡൊമൈനിലോട്ടാണ് പോയത്. അശ്വിൻ അനലോഗ് ഡിവൈസസിൽ വർക്ക് ചെയ്തു അല്ലേ, ബാംഗ്ലൂർ ഞങ്ങളെ ഒരേ സമയം ഉണ്ടായിരുന്നു. അതിനുശേഷം ടെക്സാസ് A&M യൂണിവേഴ്സിറ്റിയിലോട്ട് പോയി. അവിടെ നിന്ന് ഇപ്പോൾ സിറസ് ലോജിക്കിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ US-ലാണ് ആളിപ്പോൾ ഉള്ളത്. അപ്പോൾ US-ലോട്ട് എത്താൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ അതിനുള്ള പ്രിപ്പറേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ അശ്വിനുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം IIT നമ്മൾ ഓൾറെഡി പലപ്പോഴും ഡിസ്കസ് ചെയ്യുന്നതാണ്, അതിനപ്പുറമുള്ള കാര്യങ്ങൾ നമുക്ക് പോരാ. പിന്നെ ഇൻ ജനറൽ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യ ആസ് വെൽ ആസ് US-ൽ ഉണ്ട് എന്നുള്ള കാര്യങ്ങളും നമുക്കൊന്ന് സംസാരിക്കാം. ഓക്കെ, സോ വെൽക്കം ടു ദ വീഡിയോ. നമുക്കപ്പോൾ അശ്വിനോട് ഓരോന്നോരോന്നായി ചോദിച്ച് തുടങ്ങാം. അപ്പോൾ നമ്മൾക്ക് ഒരേ സമയം IIT-ൽ പഠിച്ചു, അനലോഗ് ഡിവൈസസിൽ വർക്ക് ചെയ്യുന്നു. US പോകണം എന്നുള്ളൊരു തോന്നലുണ്ടാവാൻ റീസൺ എന്താണ്? അത് എന്നെ സംബന്ധിച്ചോളം കുറച്ചുകൂടെ പേഴ്സണലാണ്. ഞാൻ IIT മദ്രാസിൽ ഗ്രാജുവേറ്റ് ചെയ്ത് ഡിജിറ്റൽ ഡിസൈനിലാണ് കരിയർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്ന് അനലോഗ് ഡിവൈസസ് നല്ലൊരു പ്ലേസ് ആയിരുന്നു വർക്ക് ചെയ്യാൻ. എന്നിട്ട് ഞാനൊരു 1.5 years അനലോഗ് ഡിവൈസസിൽ വർക്ക് ചെയ്തു. പിന്നെ ഒരു അനദർ 1.5 years ടെക്സസ് ഇൻസ്ട്രുമെന്റ്സ് വർക്ക് ചെയ്തു. അങ്ങനെ 3 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആ ഫീൽഡിനോട് ഒരു ചേഞ്ച് ഓഫ് ഫീൽഡ് ആയിക്കൊള്ളാന്നുണ്ടായിരുന്നു. പ്രൈമറിലി ബിക്കോസ് ബാക്ക് ഇൻ സ്കൂൾ IIT മദ്രാസിൽ പഠിക്കുന്ന സമയത്ത് കുറച്ച് അനലോഗ് സർക്യൂട്ട്സ് ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ ഡിസൈൻ ഒരു കൈൻഡ് ഓഫ് എക്സ്പെരിമെൻ്റൽ ആയിരുന്നു ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി മാത്തമാറ്റിക്കലായിട്ടും കുറച്ചുകൂടി ഹാൻഡ്സ് ഓൺ ആയിട്ട് മൂവ് ചെയ്യണമെന്നായിരുന്നു താല്പര്യം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അനലോഗിലേക്ക് ഒരു സ്വിച്ച് നടത്തിയത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ അപ്പോൾ ടെക്സസ് ഇൻസ്ട്രുമെൻറ്റ്സിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ ടെക്സസ് A&Mലേക്ക് അപ്ലൈ ചെയ്യുന്നതും ഇൻ ജനറൽ US-ലേക്ക് അപ്ലൈ ചെയ്യുന്നതും അവസാനം ടെക്സസ് A&Mലേക്ക് ജോയിൻ ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താണ് ഡിജിറ്റൽ അനലോഗ് എന്നുള്ളത്. അപ്പോൾ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി ജനറലി VLSI ഇൻഡസ്ട്രി നമുക്ക് ഡിജിറ്റൽ എന്നും അനലോഗ് എന്നും നമുക്ക് ഏകദേശം 2 പാർട്ടായിട്ട് നമുക്ക് മാറ്റാം. അനലോഗ് എന്നുള്ളത് കുറച്ചും കൂടി റിയൽ ലൈഫ് സിഗ്നൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡിജിറ്റൽ എന്നുള്ളത് നമുക്കറിയാം 0-1 ബൈനറി സിഗ്നൽസുമായി ബന്ധപ്പെട്ടാണ്. ലൈക്ക് വളരെ ചെറിയൊരു എക്സ്പ്ലനേഷനാണ്, കൂടുതൽ നിങ്ങൾക്ക് വായിച്ച് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക്. ഓക്കെ, അപ്പോൾ അനലോഗ് എന്നുള്ളത് കുറച്ചും കൂടി സ്പെസിഫിക് സ്കിൽ സെറ്റ് വേണ്ട ഒരു ഏരിയ. ഇപ്പൊ നിങ്ങൾ എല്ലാ കമ്പനീസും എടുത്ത് നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം കമ്പനീസ്, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഇന്റൽ അല്ലെങ്കിൽ ക്വാൾകോം, എൻവിഡിയ, ഇവിടെയൊക്കെ ഡിജിറ്റൽ എഞ്ചിനീയേഴ്സിനെയാണ് കൂടുതൽ ആവശ്യം. അനലോഗ് എന്നുള്ളത് വളരെ നീഷായിട്ടുള്ള ഫീൽഡാണ്, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്കിൽ സെറ്റുമാണ്. ടെക്സാസ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെയാണ് എനിക്കൊന്ന് ഇന്ത്യയിലെ അനലോഗിൽ ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയേഴ്സ് ഉണ്ടാകുന്നത് ടെക്സാസ് ഇൻസ്ട്രുമെന്റ്സിലാണ്. ഓക്കെ, ഒരു US-ലോട്ട് ഇപ്പോൾ അങ്ങനെ പോകാനൊരു ആഗ്രഹം ഉണ്ടായി, അപ്ലൈ ചെയ്യുന്നു. നമ്മൾ US-ലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു US-ൽ നിങ്ങൾക്ക് ജോബ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവർ നോക്കുക? അല്ലെങ്കിൽ ജോബല്ല, നമ്മളൊരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവർ നോക്കുക? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്തായാലും അണ്ടർ ഗ്രാജുവേറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുള്ള അവിടുത്തെ എഡ്യൂക്കേഷൻ GPA നല്ലതായിരിക്കണം, നന്നായി പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് US-ൽ പോകണമെന്നുണ്ടെങ്കിൽ വെറുതെ കളിച്ച് നടന്നാൻ പറ്റില്ല, നല്ല മാർക്ക് വേണം. ഓക്കെ, അതാണ്. പിന്നെ നല്ല പ്രോജക്ട്സും ഇന്റേൺഷിപ്സും ഡെഫിനറ്റ്ലി ഒരു പ്ലസ് ആണ്. പിന്നെ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉള്ളതും അറ്റ് സം സ്കൂൾസ് ഇൻ US നല്ലതാണ്. ഒരു ഇന്ത്യയിൽ ഒരു കുറച്ച് കാലം വർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതും ഇത്രയൊക്കെ തന്നെയാണ് ബേസിക്സ് ആയിട്ട്. പബ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ വളരെ അധികം ഹെൽപ്ഫുൾ ആണ്. ഏതെങ്കിലും ജേർണൽ അല്ലെങ്കിൽ കോൺഫറൻസ് പബ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ് അവിടെ അഡ്മിറ്റ്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കൂടാതെ
എല്ലാ ഒരു സ്റ്റാൻഡേർഡ് പാത്ത് ഉണ്ട്. GRE ടെസ്റ്റ് എഴുതണം യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്യാൻ. അതിപ്പോൾ റീസെൻ്റ്ലി പോസ്റ്റ് കോവിഡ് കുറേ യൂണിവേഴ്സിറ്റീസ് അത് റിലാക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രൈമറിലി വേണ്ട വേറൊരു റിക്വയർമെൻറ്റ് ടോഫൽ എക്സാമാണ്. ടോഫൽ അല്ലെങ്കിൽ IELTS എടുക്കാം. അത് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റാണ്. അത് ഇപ്പോഴും എല്ലാ യൂണിവേഴ്സിറ്റീസും മാൻഡേറ്റ് ആയിട്ട് വെക്കുന്നുണ്ട്. ഓക്കെ. അതിന് സെപ്പറേറ്റ് ആയിട്ട് കുറേ മെറ്റീരിയൽസ് യൂട്യൂബിലും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആണ്. നമുക്ക് സ്വന്തമായിട്ട് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അതെ, വളരെ ഈസിയാണ് അത് പഠിച്ചെടുക്കാൻ. ഇപ്പം ഞാനൊക്കെ പഠിച്ചപ്പോൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇൻ പാരലായിട്ടാണ് അതും പഠിച്ചെടുത്തത്. ഒരു 2 to 3 months എഫേർട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ഈസിലി ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ വേണ്ടത് ഒരു നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് ആണ് അവിടേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസിൽ നമ്മുടെ എഗെയിൻ എന്തുകൊണ്ടാണ് ഈ ഫീൽഡ് ചൂസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ആ പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നത്, അത് വളരെ വ്യക്തമായിട്ട് എഴുതണം. നമ്മുടെ കരിയർ പാത്ത് കുറച്ച് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. കുറച്ച് ഹിസ്റ്ററി മെൻഷൻ ചെയ്തതും കൊള്ളാം. അണ്ടർ ഗ്രാജുവേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഇന്ന പ്രോജക്ട്സ് ചെയ്തു, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് പ്രൊഫസർ ഉണ്ടല്ലോ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മെൻഷൻ ചെയ്ത് ഫ്യൂച്ചറിൽ എന്താണ് ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ട് ഒരു നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് പ്രിപ്പയർ ചെയ്യണം. പിന്നെ അത് കൂടാതെ നല്ലൊരു CV ഓൾസോ എസെൻഷ്യലാണ്. അത് അഗെയിൻ കുറച്ചുകൂടി ജോബിലേക്ക് അപ്ലൈ ചെയ്യുന്ന പോലത്തെ ഒരു CV അല്ല, കുറച്ചുകൂടി ഒരു റിസർച്ച് കൈൻഡ് ഓഫ് ആംഗിളിലുള്ള CV ആയിരിക്കണം. അപ്പോൾ അഗെയിൻ പബ്ലിക്കേഷൻ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക. മേജർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോജക്ട്സ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അത് കാണിക്കുക. ഇത്രയ്ക്ക് തന്നെയാണ് ബേസിക് ആയിട്ട് വേണ്ടത്. ഓക്കെ. മേ ബി ഞാനിതിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പെർസ്പെക്റ്റീവ്, ഇപ്പോൾ മേ ബി ഒരു ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സ്റ്റുഡൻറ്റിൻ്റെ പെർസ്പെക്റ്റീവ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ലെറ്റ് മീ നോ ഇഫ് സംതിങ് ഇസ് മിസ്സിംഗ്. അതായത് ഒന്ന്, നല്ലൊരു അക്കാഡമിക്കലി അവർ സ്ട്രോങ്ങർ ആവണം, അതായത് നന്നായി അവർ പഠിക്കണം, അതാണ് ഫണ്ടമെന്റൽ റിക്വയർമെന്റ്. നല്ല GPA അല്ലെങ്കിൽ നല്ല പെർസെൻറ്റേജ് ഒക്കെ ഉണ്ടായി പാസ്സാവണം, റൈറ്റ്? അതവർ നോക്കും. രണ്ടാമത്തത്, നമ്മുടെ ഒരു ഒഴിവ് സമയത്ത് നമ്മൾ കൂടുതൽ ഇന്റേൺഷിപ്സോ ഈവൻ പ്രൊജക്ട്സോ ഒക്കെ ചെയ്യാം. ഇപ്പം എനിക്ക് തോന്നുന്നത് ഈവൻ നിങ്ങളൊരു IIT NIT ഒന്നും അല്ല പഠിക്കുന്നെങ്കിൽ പോലും അത്തരം സ്ഥലങ്ങളിലൊക്കെ സമ്മർ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസോ മറ്റൊക്കെ ഉണ്ടാവും, അല്ലേ? അതൊക്കെ അവിടുത്തെ പ്രൊഫസേഴ്സിനൊക്കെ മെയിൽ ചെയ്ത് അത്തരം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. എന്തെങ്കിലും ഒരു പബ്ലിക്കേഷൻ ഒക്കെ, എനിക്ക് തോന്നുന്നു നമ്മളൊരു പബ്ലിക്കേഷൻ ഉണ്ടാക്കിയിരുന്നു, ഞങ്ങൾ രണ്ടാളും കൂടെ ഒരു പബ്ലിക്കേഷൻ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ആ ഒരു ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ റിസർച്ച് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു പബ്ലിക്കേഷൻ ആക്ച്വലി ഉണ്ടായി വരിക, റൈറ്റ്? അപ്പോൾ അങ്ങനെ ഒരു സംഭവം നമുക്ക് ശ്രദ്ധിക്കാം. പിന്നുള്ളത് ലാംഗ്വേജ് ടെസ്റ്റുകളാണ്. GRE, TOEFL, IELTS പോലുള്ള. GRE ലാംഗ്വേജ് മാത്രമല്ല, അതിലൊരു ചെറിയൊരു ആപ്റ്റിറ്റ്യൂഡ്. GRE കുറച്ചുകൂടി ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. പക്ഷേ അതെല്ലാം ഈ ക്ലാസ് 10 ലെവൽ മാത്തമാറ്റിക്സ് ഒക്കെ ഉള്ളത്. അപ്പോൾ അത് നമുക്ക് എപ്പോഴും നമുക്ക് അക്വയർ ചെയ്തെടുക്കാവുന്നതേ. അത് വലിയൊരു ഇഷ്യൂ നിങ്ങൾക്കാവില്ല. പിന്നെ നന്നായി ഉണ്ടാക്കിയൊരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസും ഒരു CVയും. ഓഫ് കോഴ്സ് നിങ്ങൾ നല്ല അക്കാഡമിക്സും നിങ്ങൾക്ക് നല്ല ഇന്റേൺഷിപ്പും നിങ്ങൾക്ക് നല്ല പ്രൊജക്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ CV ഓഫ് കോഴ്സ് എന്തായിരിക്കും, അതൊരു വിഷയമാവില്ല. ഈവൻ SOPയും നന്നായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, റൈറ്റ്? അപ്പോൾ ഇത് നല്ല യൂണിവേഴ്സിറ്റീസിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കാം, നമ്മുടെ നാട്ടിലൊക്കെ കുറേ ആൾക്കാർ കാശ് കൊടുത്ത് പുറത്തോട്ട് പോകുന്നുണ്ട്, അതിന് ഇതൊന്നും ചോദിക്കാറില്ല. അപ്പോൾ ഇത് അങ്ങനെയല്ല, നമ്മൾ നല്ല യൂണിവേഴ്സിറ്റീസിലോട്ട്, ടെക്സാസ് A&M എന്നുള്ളത് US-ലെ തന്നെ ടോപ്പ് യൂണിവേഴ്സിറ്റീസിൽ ഒന്നാണ്. അപ്പം അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകണം എന്നുണ്ടെങ്കിലാണ് ഇതൊക്കെ. ഓക്കെ, ഇനി അവിടെ എത്തി, ലൈക്ക് ഹൗ വാസ് ദ യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസ് ആൻഡ് കമ്പയർഡ് ടു മേ ബി IIT മദ്രാസ്? വാട്ട് ഈസ് പ്രോസ് ആൻഡ് കോൺസ്? ഞാൻ രണ്ട് രീതിയിൽ സംസാരിക്കാം. ഒന്ന് എഡ്യൂക്കേഷൻ സൈഡും പിന്നെ നോൺ എഡ്യൂക്കേഷൻ സൈഡുമായിട്ട് സംസാരിക്കാം. എഡ്യൂക്കേഷൻ സൈഡിൽ എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ്ലി ഡിഫറെൻ്റ് ആയി തോന്നിയത്, എനിക്ക് ഞാൻ എൻ്റെ സ്പെസിഫിക് ഡിപ്പാർട്ട്മെൻറ്റിനോട് കുറച്ച് ബയസ്ഡ് ആയിരിക്കും ഇവിടെ. അവിടെ കുറച്ചുകൂടെയും പ്രോബ്ലം സോൾവിങ് ഒരു തിങ്കിങ് കുറച്ച് കൂടുതലായിരുന്നു ടെക്സസ് A&M പഠിക്കുമ്പോൾ. റാദർ ദാൻ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് മാത്തമാറ്റിക്കലായിട്ട് സോൾവ് ചെയ്യാതെ കുറച്ചുകൂടെയും ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ടും കുറച്ചുകൂടി ക്രിട്ടിക്കൽ തിങ്കിങ് വേണ്ട പോലെ ഉള്ള പ്രോബ്ലംസ് ആയിരുന്നു. സിസ്റ്റം ലെവൽ ഡിസൈൻസും പിന്നെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ടൊക്കെ ആണ് അവിടെ അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിയിരുന്നത്. പിന്നെ വൺ ഓഫ് ദി സ്ട്രൈക്കിംഗ് ഡിഫറൻസ് ഫ്രം ഇന്ത്യ, ഒന്ന് ഇന്ത്യയിൽ എപ്പോഴും ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിരുന്നു മോസ്റ്റ് ഓഫ് ദ കോഴ്സസ്. അപ്പോൾ IIT മദ്രാസിൽ പോലും 2 ക്വിസ് കാണും, ഒരു എൻഡ് സെമസ്റ്റർ കാണും. മെജോറിറ്റി ഗ്രേഡ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ 3 കാര്യങ്ങളാണ്. മറ്റേതൊരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ പോലെയാണ്. മേ ബി ആദ്യത്തെ ഒരു വീക്ക് മാത്രം ഒന്ന് ബ്രീത്തിങ് ടൈം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ എവറി വീക്കിൽ അസൈൻമെൻറ്റ്സ് കാണും. അത് കഴിയുമ്പോൾ ഒരു മിനി പ്രോജക്ട്സ് കാണും. അപ്പോൾ ഒരു ഹോൾസം ലേണിംഗ്
പ്ലസ് ഒരു കണ്ടിന്യൂസ് ലേണിംഗ് ആണ് അവിടെ സംഭവിച്ചിരുന്നത്. ഓക്കെ. അപ്പോൾ എൻഡ് ഓഫ് മേ ബി ഇന്ത്യയിൽ പഠിക്കുന്ന അത്ര ഡെപ്തിലൊരു കോഴ്സ് പഠിച്ചിട്ടില്ലെങ്കിലും പക്ഷേ എൻഡ് ഓഫ് ദാറ്റ് കോഴ്സ് ഒരുപാട് കാര്യം പഠിച്ചു, അല്ലെങ്കിൽ ക്ലാരിറ്റി ആയിട്ട് പഠിക്കാൻ പറ്റി. ഹാൻഡ്സ് ഓൺ ലേണിംഗ് എക്സ്പീരിയൻസ്. അതുകൊണ്ട് ഫൈൻ. പിന്നെ ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഇതിൽ ഫണ്ടിങ് ഇപ്പോൾ ഒരു നമ്മൾ US പോകുമ്പോൾ ഓഫ് കോഴ്സ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം PG കുറച്ച് കോസ്റ്റ്ലി ആണ്, ബട്ട് ഡെഫിനറ്റ്ലി ഇറ്റ്സ് വർത്ത് ഇറ്റ്. പറഞ്ഞ പോലെ നല്ലൊരു എക്സ്പീരിയൻസ്, പിന്നെ നമുക്ക് അവിടേക്കുള്ളൊരു ജോബ് എൻട്രി കൂടി തരുന്നതാണ്. റൈറ്റ്. നമുക്ക് സ്കോളർഷിപ്സ് ഒക്കെ കിട്ടാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഓക്കെ, ഇതും അഗെയിൻ യൂണിവേഴ്സിറ്റിയും ലൊക്കേഷൻ സ്പെസിഫിക് ആയിരിക്കും. പല രീതിയിലും ഫണ്ടിങ് സോഴ്സസ് അവൈലബിൾ ആണ്. ആസ് സിമ്പിൾ ആസ് ഇപ്പം നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെൻ്റ് ഓഫ് പർപ്പസും നമുക്ക് നല്ല GPA ഒക്കെ ഉണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ചിലപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്കോളർഷിപ്പ് എന്നിട്ട് തരും. അപ്പോൾ അങ്ങനത്തെ കേസസിൽ ഹാഫ് ഓഫ് ദി ട്യൂഷൻ ഫീ വെയ്ഡ് ഓഫ് ആയിരിക്കും ചില മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ്. ഇത് കൂടാതെ നല്ലൊരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊഫസേഴ്സിനെ അപ്രോച്ച് ചെയ്തിട്ട് റിസർച്ച് പൊസിഷൻസ് ചോദിക്കാം. ഇത് കൂടാതെ ടീച്ചിങ് അസിസ്റ്റൻഷിപ്പ് പൊസിഷൻസ് ചോദിക്കാം. ബട്ട് ഒരു ടീച്ചിങ് അസിസ്റ്റൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു പ്രൊഫസർ പഠിപ്പിക്കുന്ന ഒരു കോഴ്സിൻ്റെ ഗ്രേഡറായിട്ടോ അല്ലെങ്കിൽ ലാബ് റിപ്പോർട്ട്സ് ഗ്രേഡ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ ട്യൂഷൻ ഫീ ഹാഫ് വെയ്ഡ് ഓഫ് ആയിരിക്കും. ഇത് കൂടാതെ സ്റ്റൈപ്പൻഡും കിട്ടും. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ തന്നെ ഒരുപാട് പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസും അവിടെ അവൈലബിൾ ആണ്. യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലേക്ക് ഒരു കോൺഫിഡൻ്റ് ആയിട്ടും സ്ട്രോങ് ആയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഫണ്ടിങ് കിട്ടാൻ അത്ര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ കേസിൽ അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ എനിക്ക് ഇതിനൊന്നും സമയം കിട്ടിയില്ല, അതെൻ്റെ മിസ്റ്റേക്കായി പോയി. സെക്കൻഡ് സെമ്മിൽ എനിക്ക് ഗ്രേഡർ റോൾ ഉണ്ടായിരുന്നു ടെക്സസ് ചെയ്യുന്നതിനകത്ത് തന്നെ. തേർഡ് സെമ്മും ഫോർത്ത് സെമ്മും എനിക്ക് TA ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നോക്കാം. പിന്നെ സെക്കൻഡ് സെം കഴിയുമ്പോൾ പൊതുവെ എല്ലാവർക്കും ഒരു ഇൻറ്റേൺഷിപ്പ് കിട്ടും. അപ്പോൾ ആ ഇൻറ്റേൺഷിപ്പിൻ്റെ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു സെമസ്റ്റർ കവർ ചെയ്യാൻ പറ്റും. അതെ. അപ്പോൾ ഇങ്ങനെ TA അല്ലെങ്കിൽ RA ഒക്കെ കിട്ടുന്ന ഒരാൾക്ക് ഓൾമോസ്റ്റ് ഫ്രീ എഡ്യൂക്കേഷൻ പോലെയാണ്. നന്നായി പ്ലാൻ ചെയ്യണം. അതൊക്കെയാണ്. PhD ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് പ്രൊഫസറിൻ്റെ അതിന് ഫണ്ടിങ് കിട്ടാൻ കുറച്ച് സാധ്യത കൂടുതലാണ്. MSകാരാകുമ്പോൾ ഇതിനു വേണ്ടി ഒന്ന് ഇറങ്ങിത്തിരിക്കണം. പ്രൊഫസറെ ഫോളോ അപ്പ് ചെയ്തിട്ട് അങ്ങനത്തെ റിസർച്ച് പൊസിഷൻസോ TA പൊസിഷൻസൊക്കെ കണ്ടെത്താൻ നോക്കണം. അതെ, മനസ്സിലായി. പിന്നെ നമ്മളെല്ലാവരും ഇപ്പോൾ US പോകുന്നത് സാധാരണ നമ്മുടെ നാട്ടിലൊരു അമേരിക്കൻ ഡ്രീം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം ഒരു റിയാലിറ്റിയുമായി ഒത്തുപോകുന്നുണ്ട്? അവിടെ ഒരു മേ ബി ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങോ അല്ലെങ്കിൽ അവിടെയുള്ള ജീവിതവും നമ്മുടെ ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സ്പെക്ടേഷന് ബിയോണ്ട് ആണോ അതല്ല അണ്ടർ എക്സ്പെക്ടേഷൻ ആണോ? എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് അവിടെ ജീവിക്കാൻ വരുമ്പോൾ? ഡെഫിനറ്റ്ലി ഒരു കൾച്ചറൽ ഡിഫറൻസ് അവിടെയുണ്ട്. പിന്നെ നമ്മുടെ ഇമാജിനേഷൻ എന്ന് പറഞ്ഞല്ലോ, അത് കുറേയൊക്കെ അഗെയിൻ ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിരിക്കും. അവിടുത്തെ ലിവിങ് ക്വാളിറ്റി എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടുത്തെ പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ കൺജഷൻസ് കുറവാണ്, എസ്പെഷ്യലി കമ്മിങ് ഫ്രം ബാംഗ്ലൂർ. പിന്നെ ഗുഡ് ഫുഡ്, പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഈസിലി അവൈലബിൾ ആണ്. എന്നെ സംബന്ധിച്ചോളം ഒരു വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത് നിയർ വൺസ് ആൻഡ് ഡിയർ വൺസ് ആർ ഫാർ അവേ. അത് മാത്രമാണ്. അതർവൈസ് US ഡെഫിനറ്റ്ലി ഒരു ഗുഡ് ചോയ്സ് ആണ്. ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് ഫൈനാൻഷ്യലായിട്ട് സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ US is the best place എന്ന് ഞാൻ പറയുള്ളൂ, കമ്പയർ ടു അതർ കൺട്രീസ്, ഈവൻ കാനഡ. നമ്മൾ പേഴ്സണൽ ചോയ്സ് ആണ്. നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മൾ വീടിൻ്റെ അടുത്ത് നിൽക്കണോ അതല്ല നമ്മുടെ ഫാമിലിയുടെ അടുത്ത് നിൽക്കണോ, അതോ മേ ബി ഒരു ബെറ്റർ ക്വാളിറ്റി ഓഫ് ലിവിങ് ചൂസ് ചെയ്യാനുള്ള ഒരു ബാൻഡ് വിഡ്ത്ത് ഓർ ആ ഒരു എന്താ പറയുക ലക്ഷറി നമുക്കുണ്ടോ എന്നുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. റൈറ്റ്. ലാസ്റ്റ് ഒരു പോയിന്റ് ഓഫ് ഡിസ്കഷൻ, ഒരു ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോൾ മേ ബി US ഓർ ഇന്ത്യ, വാട്ട് ആർ ദ ഓപ്പർച്യൂണിറ്റീസ് യു സീ ഡിഫറെൻറ്റ് ഡൊമൈൻസ് ഓർ എന്തൊക്കെയാണ് നമുക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളത്? അജ്മൽ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോണിക്സ് അറ്റ് ഹൈ ലെവൽ ഒരു അനലോഗ് ഡിസൈൻ / ഡിജിറ്റൽ ഡിസൈൻ എന്നൊരു ബൈഫർക്കേഷനാണ് ഉള്ളത്.
ഇപ്പോഴത്തെ കാലഘട്ടം കൂടുതൽ ഡിജിറ്റൽ ഇൻറ്റൻസീവ് ആയതുകൊണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എക്സിസ്റ്റ് ചെയ്യുന്നതും കൂടുതൽ ഡിജിറ്റലിലാണ്. ഇനി യു എസിലേക്ക് വരുമ്പോൾ ഈ സെയിം ഈ ജയൻ്റ് ആയിട്ടുള്ള എല്ലാ കമ്പനീസും അവിടെ എക്സിസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആപ്പിൾ, ക്വാൾകോം, ടെക്സസ് ഇൻസ്ട്രുമെന്റ്സ്, നെയിം എനി കമ്പനി അവിടെ ഉണ്ട്. ഇന്റൽ, എൻവിഡിയ, ആം, AMD, എവറിത്തിങ് എല്ലാതും ഉണ്ട്. ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയത് എന്താ നമുക്ക് ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയിൽ നമുക്ക് എന്തൊക്കെയോ ഒരു ഓപ്പർച്യൂണിറ്റീസ്? ഓക്കെ, അപ്പം എസ്പെഷ്യലി ഈ കാലഘട്ടത്ത് ഒരുപാട് ബൂമിംഗ് ആയിട്ടുള്ള ഡൊമൈൻസ് ഉണ്ട്. അപ്പോൾ AI അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ്, IoT അല്ലെങ്കിൽ ഈവൻ 5G, ഇതിനൊക്കെ ഒരുപാട് സ്കിൽഡ് ഡിസൈനേഴ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചോളം ഒരുപാട് ഡിമാൻഡ് ഉണ്ട്. ഗുഡ് ഡിസൈനേഴ്സിനെ കണ്ടെത്താൻ എപ്പോഴും ബുദ്ധിമുട്ടാണ്. ഗുഡ് ഡിസൈനേഴ്സായി മാറാൻ പല ആൾക്കാർക്കും മേ ബി വേണ്ടത്ര ഓപ്പർച്യൂണിറ്റീസ് മേ ബി കിട്ടുന്നില്ല, അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്നുള്ളതായിരിക്കും സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം. ഇത്തരം ഡൊമൈൻസ് ഉണ്ട്. ലൈക്ക് നമ്മള് ഒരു ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച ഒരു ലെവൽ ഓഫ് ഡിസൈൻ അല്ല റിയൽ വേൾഡിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളൊരു FSM അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുക, അതിനപ്പുറമുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മേ ബി ഇന്റേൺഷിപ്പിലൂടെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇന്റേൺഷിപ്സ് പിന്നെ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. കുറച്ച് സ്ട്രഗിൾ ചെയ്താൽ വേർത്താണെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ട്. അതെ, അത് വളരെ ശരിയാണ്. ഇനീഷ്യലി എന്തായാലും എപ്പോഴും ഒരു നല്ലൊരു ചേഞ്ചിന് ഒരു ഇനീഷ്യൽ സ്ട്രഗിൾ എന്തായാലും കാണും പൊതുവെ എല്ലാത്തിലും. എൻ്റെ കേസിലും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഡിജിറ്റലിൽ നിന്ന് അനലോഗിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ഒരാളാണ്. അപ്പോൾ ഇനീഷ്യലി ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആക്കുക, എന്നിട്ട് നല്ലൊരു ഇന്റേൺഷിപ്പിലേക്ക് ലാൻഡ് ചെയ്യുക. ആ ഒരു പ്രോസസ്സാണ് മോസ്റ്റ് ടൈം കൺസ്യൂമിങ്ങും വളരെയധികം എഫേർട്ട് ഉണ്ട് പോയിന്റ്. ഒരിക്കൽ നല്ലൊരു ഇന്റേൺഷിപ്പ് സെക്യൂർ ചെയ്ത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പോകുന്ന ഒരാൾക്ക് വളരെ ഈസിലി പിന്നെ ഒരു എക്സ്പെൻഷ്യലി പിന്നെ ഒരു സ്മൂത്ത് കർവ് ആണ്. അപ്പൊ ആ ഒരു ഒറ്റ ഫേസ് മാത്രം ഒന്ന് ആ ഒരു പെർസിസ്റ്റൻസ് ആണ് പല ആൾക്കാർക്കും ലാക്ക് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. റൈറ്റ്, ആ ഒരു നമുക്കൊരു ജോബ് കിട്ടും. പല ആൾക്കാരും ചോദിക്കും ഇപ്പൊ എന്നോട്, ഇപ്പൊ ഈ കീമിന്റെ കൗൺസിലിംഗ് നടന്നുകൊണ്ട് ഇലക്ട്രോണിക്സ് എടുത്താൽ ജോബ് കിട്ടുമോ, ഇലക്ട്രിക് എനിക്ക് പ്രൊഡിക്റ്റ് ചെയ്യാനൊന്നും അറിയില്ല. റൈറ്റ്, ബട്ട് നിങ്ങൾ നന്നായിട്ട് എഫേർട്ട് ഇട്ട് നിങ്ങൾ സ്കിൽ സെറ്റ് ബിൽഡ് ചെയ്ത് കുറച്ചു കാലം ഇതിന്റെ മേലെ ഒന്ന് ഇടങ്ങാറായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, സക്സസ്ഫുൾ ആവാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നുള്ളത്. അങ്ങനത്തെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. എഫേർട്ട് ഇടാൻ റെഡി ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഫീൽഡാണ് ആക്ച്വലി. ഈവൺ അനലോഗ് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ വളരെ സ്പെഷ്യൽ ഒരു സ്കിൽ സെറ്റ് വേണ്ട ഒരു സംഭവം. ഡിജിറ്റൽ പോലെ ഡിജിറ്റൽ എന്നുള്ളത് കുറച്ചുകൂടി ജനറിക് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ വേണം. അനലോഗിൽ കുറച്ചും കൂടി സ്പെഷ്യൽ സ്കിൽ സെറ്റ് വേണം. ഡിജിറ്റലിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫിസിക്കൽ ഡിസൈൻ എഞ്ചിനീയേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ വാലിഡേഷൻ ഉണ്ട്, ഡിസൈൻ ഉണ്ട്, വെരിഫിക്കേഷൻ ഉണ്ട്, ഫേംവെയർ ഡിസൈൻ ഉണ്ട്. ഇങ്ങനത്തെ ഒരുപാട് കൈൻഡ് ഓഫ് ഡിസൈൻ ഉണ്ട്. അനലോഗിലും അനലോഗ് ഡിസൈൻ ഉണ്ട്, പിന്നെ അനലോഗ് വെരിഫിക്കേഷൻ ഉണ്ട്, അനലോഗ് ലേ ഔട്ട് ഉണ്ട്, അതെ, പിന്നെ അനലോഗ് അടുത്ത സിസ്റ്റം ലെവൽ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനത്തെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, ഒരുപാട് ഡൊമൈൻസ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഒരു ഏരിയ നമ്മൾ കണ്ടെത്തി നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് നമ്മളൊന്ന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി വർത്ത് ഇറ്റ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മേ ബി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു IIT പോയി MTech ചെയ്യുന്നതാണോ US പോയി MS ചെയ്യുന്നതാണോ എളുപ്പം? ഐ വുഡ് ഡെഫിനറ്റ്ലി സേ US പോയി MS ചെയ്യുന്നതാണ് എളുപ്പം. ഒരു ഗേറ്റ് നമ്മളൊക്കെ അന്ന് എഴുതിയിട്ടുണ്ട്. പഠിച്ച് ക്ലിയർ ചെയ്യുന്നതിനേക്കാളും വേ മോർ ഈസിയർ ആണ് US പോയിട്ട് ഒരു MS എടുത്ത് ജോലി ചെയ്ത് സക്സസ്ഫുൾ ആവാൻ. ഓക്കെ, യെസ്. അപ്പോൾ താങ്ക്സ് അശ്വിൻ ഫോർ ജോയിനിങ്. നമ്മളിന്ന് US സ്പെസിഫിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റുഡൻസിന് ഇത് ആക്ച്വലി എസ്പെഷ്യലി എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ഇത് യൂസ്ഫുൾ ആവും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അഗെയിൻ താങ്ക്സ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇതേപോലെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഇനിയും കൂടുതൽ കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് കരുതുന്നത്. താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ്. ബൈ.